ഈ പ്രഭാകര സിദ്ധയോഗി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അന്ന് പറഞ്ഞില്ലേ ആ ആശ്രമത്തിലെ? ആ ഉണ്ട്. ജീവിതത്തിൽ ഇപ്പോഴും ഒരു ക്രൈസിസ് വരുമ്പോ ഞാൻ ഓടിച്ചെല്ലുന്നത് അങ്ങോട്ടാ. ഒരു 2 ദിവസം ആശ്രമത്തിൽ താമസിക്കും. അപ്പൊ മനസ്സൊന്ന് ശാന്തമാവും. അത് വെറൊരു ആശ്രമം മാത്രമല്ല സച്ചി. പിന്നെ ആശ്രമത്തോട് ചേർന്ന് ഒരു ആയുർവേദ ഹോസ്പിറ്റലും ഉണ്ട്. അച്ഛൻ അവിടെയായിരുന്നു പണ്ട് ജോലി. അതിനടുത്ത മലമുകളില് ഒരു മല്ലീശ്വര ക്ഷേത്രമുണ്ട്. ആശ്രമത്തിൽ ട്രീറ്റ്മെന്റിന് വരുന്നവര് അവിടെ പോയി തൊഴുന്നതോടുകൂടിയാ ട്രീറ്റ്മെന്റ് അവസാനിക്കുന്നത്. ശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുന്ന സ്ഥലം അത്. എന്റെ ലൈഫ് തുടങ്ങിയത് ആ ആശ്രമത്തിൽ നിന്ന്. ജീവിതം ഒറ്റപ്പെടുത്തിയ 2 പേർ. ഒരർത്ഥത്തിൽ നമ്മുടെ 2 പേരും ഒരേ തൂവൽ പക്ഷികളാണ് അല്ലേ? ഇതൊന്നും ആരോടും ഡിസ്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇതിപ്പോ സച്ചിൻ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞത്. പക്ഷേ എന്റെ കഥ പോലെ അല്ലല്ലോ സച്ചിയുടേത്. എന്റെ കഥയിൽ എന്താ വ്യത്യാസം? ഇത്രയും വലിയ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിട്ടും ഇതുവരെ കേസൊന്നും കാര്യമായിട്ട് നടത്തിയിട്ട് പോലുമില്ല. കൃത്യമായിട്ട് കേസ് നടത്തിയിരുന്നെങ്കിൽ ഈ സ്വത്തൊക്കെ എന്നേ തിരിച്ചു കിട്ടുമായിരുന്നു. അതിനൊന്നും പറ്റിയ സാഹചര്യം അല്ലായിരുന്നു കടന്നുപോയതൊന്നും. കോടികളുടെ കണക്ക് മാത്രം പറഞ്ഞിരുന്നൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ട് വാടക വീട്ടിലേക്കും പിന്നെ ഈ ടാക്സി ഡ്രൈവറുടെ വേഷം, അങ്ങനെ അതിലേക്കൊക്കെ എടുത്തെറിയപ്പെട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു രൂപം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛന്റെ മരണം, അതോടെ സർവശക്തിയും പോയി. കേസിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പിന്നെ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണല്ലോ സ്വന്തമായിട്ടൊരു വക്കീലിനെ കിട്ടിയത്. പക്ഷേ അർച്ചന എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നേ തിരിച്ചുപിടിക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും കേസിന്റെ അടുത്ത ഹിയറിംഗിന് ഞാൻ ഹാജരാവും. എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാന്നേ. ആ, വക്കീലിന്റെ ഫാമിലിയൊക്കെ? എനിക്ക് ഒരു വലിയ ഫാമിലി ഉണ്ട്. കുറച്ച് ദൂരെയാ. ഓ, ഒരു വക്കീല് കുടുംബത്തിലുണ്ടെങ്കിലേ വക്കീൽ ഫീസ് കൊടുക്കണ്ട. ആ ദാ അവിടെ നിർത്തിയാ മതി. ആ അതാ ഇവിടെ.